ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബീഫ് ഫ്രൈൻ്റെ ആണ്. ഇത് റെസ്റ്റോറൻറ്റിലെല്ലാം കിട്ടുന്ന പൊറോട്ടൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യുന്ന ബ്ലാക്ക് ഡ്രൈ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, ഇത് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. റൈസിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് വെറുതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 2 സ്മോൾ സൈസ് സവാള, പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ, പിന്നെ ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, പിന്നെ 2 കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ ഒരു സവാളയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രഷ് ചെയ്യണം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യാം, അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. പിന്നെ ഞാൻ ടൊമാറ്റോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കുക്കറിൽ 1 കിലോൻ്റെ അടുത്ത് ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് 2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. ഇനി 3 ടീസ്പൂൺ അങ്ങനെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പിന്നെ അരച്ച് വെച്ച ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ബീഫിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും, അപ്പം കുറച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതുപോലെ വേവിപ്പിക്കാൻ വെക്കണം. ഇതൊരു 8-9 വിസിൽ, ഞാനൊരു 8-9 വിസിൽ അങ്ങനെ വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓരോ കുക്കർ അനുസരിച്ച് വ്യത്യാസം വരും. ഇനി ഇത് മാറ്റി വെച്ച് ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിനകത്തേക്കൊരു 3-4 ടീസ്പൂൺ അങ്ങനെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ അങ്ങനെ എടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. അതുപോലെ കുറച്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു പിഞ്ച് ചേർത്താൽ മതി. പിന്നെ തേങ്ങേൻ്റെ ഇതുപോലത്തെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ തേങ്ങ കളറ് മാറി കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് വരണം. അതുവരെ ഇത് സോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് സോട്ടായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, അപ്പം അതുവരെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ 2-3 കാശ്മീരി മുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി വീണ്ടും സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഒരു സവാളയില്ലേ ചെറിയ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് സവാള ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് സോട്ടായി കഴിഞ്ഞാൽ ഇതുപോലെ വേവിപ്പിച്ച ബീഫ് അതിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ നിറങ്ങി വന്ന വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറയുന്നത്. ഇനി ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അങ്ങനെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടെല്ലാം എടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക്
1 ടീസ്പൂൺ അങ്ങനെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടൊക്കെ എടുക്കാം. ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് ഇതുപോലെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. നമുക്ക് ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അതായത് ഇതിപ്പം ഫ്രൈ ചെയ്ത പോലെയാണ് ഇതിൻ്റെ ലുക്ക് ഉണ്ടാവുക. ഇതുപോലെ നല്ലോണം ക്രിസ്പി ഒന്നും ആവാൻ പാടില്ല. ഇതുപോലെ ഈ ഒരു ടെക്സ്ചറിൽ വേണം കിട്ടാൻ. ഇതൊരു ഫ്രൈ ചെയ്ത ലുക്കിലുണ്ടാവും. കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ നല്ലോണം ഫ്രൈ ആയിട്ടുള്ളൊരു ലുക്കിലാണ് ഇത് കിട്ടുക. ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് ഫ്രൈന്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെത്ര ടേസ്റ്റ് ആയിരിക്കും എന്ന്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ കൂടെയും അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ ഒക്കെ സൈഡ് ഡിഷ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.